ഈ വീഡിയോയിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനിൽ ഒന്നായിട്ടുള്ള ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സീറോ ട്യൂഷൻ ഫീ, വേൾഡ് ക്ലാസ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, സെക്യൂർ ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ ഒരു കൺട്രിക്കുണ്ട്. നോർമലി സ്റ്റുഡൻസിന് വരുന്ന മെയിൻ സംശയങ്ങളാണ് ജർമ്മൻ പോലത്തെ രാജ്യത്ത് സൗജന്യമായി പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് അറിയുന്നവർക്ക് മാത്രമാണോ ഇതിന് സാധിക്കുക, പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണോ, പ്രോസസ്സിങ്ങിന് ഡിലേ വരാറുണ്ടോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇതിനെല്ലാമുള്ള ആൻസേഴ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ജർമ്മനിയിൽ ഏകദേശം 300ഓളം പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. അതിൽ 1000 എബോ പ്രോഗ്രാംസും അവിടെയുണ്ട്. ആൻഡ് മെജോറിറ്റി യൂണിവേഴ്സിറ്റികളിലും ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാമും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഈ ഒരു കൺട്രി അവരുടെ ഫേവറേറ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റർ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ നല്ല രീതിക്ക് വർധനവുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജർമ്മൻ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും പിന്നെ ആഫ്റ്റർ സ്റ്റഡീസ് നിങ്ങൾക്ക് കിട്ടുന്ന ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസുമാണ്. ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളെല്ലാം ഫുള്ളി ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. ഡിഗ്രിക്ക് 70% എബോ മാർക്കുള്ളവരാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ചില സർട്ടൻ പ്രോഗ്രാംസ്, അതായത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് IT, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്സ് പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ 70% ബിലോ മാർക്കുള്ളവരാണെങ്കിലും ചില പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വിദേശ പഠനം പ്ലാൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് അവരുടെ ട്യൂഷൻ ഫീസിലാണ്. പക്ഷേ ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസ് ഇല്ല. അതുതന്നെയാണ് സ്റ്റുഡൻസിനെ ഈ ഒരു കൺട്രിയിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്നതും. നിങ്ങൾക്ക് പകരം വരുന്നത് ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷനാണ്. അതായത് സെം വൈസ് ഒരു ചെറിയൊരു ഫീ പേയ്മെൻറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാകും. ഈ ഒരു പേയ്മെൻറ്റ് ഓരോ യൂണിവേഴ്സിറ്റികളിലും ഡിഫറെൻ്റ് ആണ്. എങ്കിലും പൊതുവേ ഒരു €150 മുതൽ ഒരു €350 വരെയാണ് വരാറുള്ളത്. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ട അഡീഷണൽ എക്സ്പെൻസ് ആണ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഇത് ജർമ്മനിയിലെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആക്കേണ്ടത്. €11,904 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ജർമ്മനി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആണ്. അത് ബ്ലോക്ക്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക വെച്ചിട്ട് നിങ്ങളുടെ ലിവിങ്ങിന് വേണ്ടി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് ചെക്ക് ചെയ്യുക. ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ മാൻഡറ്ററി ആണ്. IELTS-ന് 6.5ഉം ഇൻഡിവിജ്വൽ 6 ബാൻഡ് സ്കോറുമാണ് വേണ്ടത്. യൂണി അസിസ്റ്റ് ത്രൂ ആയിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെയിം പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഓഫർ ലെറ്റർ റിസീവ് ആകും. അതിനുശേഷമാണ് നമ്മൾ വിസ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് APS പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. ജർമ്മനി ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് നോക്കുന്നവർ ആദ്യം തന്നെ കംപ്ലീറ്റ് ആക്കേണ്ടതും APS ആണ്. APS-ൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജർമ്മൻ സ്റ്റാൻഡേർഡുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ്. ഇതിന് പുറമെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ജെനുവിൻ ആണോ എന്നുകൂടി അവർ ചെക്ക് ചെയ്യും. സോ APS പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് 1.5 to 2 months വരെയാണ് ടൈം എടുക്കുന്നത്. 18,000 INR ആണ് ഇതിന് ഫീ വരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒതൻറ്റിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ ടോപ്പ് പോപ്പുലർ ലിസ്റ്റിൽ നിൽക്കുന്ന കോഴ്സുകളാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഈ പ്രോഗ്രാംസിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് ബ്രാഞ്ചസിനും ജർമ്മനി ചൂസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ജർമ്മനി ആക്ച്വലി ഒരു എഞ്ചിനീയറിംഗ് പവർ ഹൗസ് ആണ്. ഓട്ടോമേറ്റീവ്, ഇൻഡസ്ട്രിയൽ ടെക് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനീസിൻ്റെ എല്ലാം ഗ്ലോബൽ ലീഡറാണ് ജർമ്മനി. ഇതിനു പുറമെ കമ്പ്യൂട്ടർ സയൻസ്, IT, ബയോമെഡിക്കൽ സയൻസ്, മാനേജ്മെൻറ്റ്, നാച്ചുറൽ സയൻസ്, ആർക്കിടെക്ചർ, ബിസിനസ്, എക്കണോമിക്സ്, ലോ തുടങ്ങിയ കോഴ്സുകളും ഇവിടെ എടുക്കാം. ഇതെല്ലാം ജർമ്മനിയിലെ പോപ്പുലർ കോഴ്സസ് തന്നെയാണ്. ജർമ്മനിയിലെ മാസ്റ്റേഴ്സിന് 1.5 to 2 years വരെയാണ് കോഴ്സിന് ഡ്യൂറേഷൻ വരാറുള്ളത്. അതുപോലെ തന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റും മാൻഡറ്ററി ആണ്. ഇനി പാർട്ട് ടൈം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 20 hours പാർട്ട് ടൈം അവൈലബിലിറ്റിയും ഈ ഒരു കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ സ്റ്റഡീസ് 18 months സ്റ്റേ ബാക്കും ഈ ഒരു കൺട്രിയിലുണ്ട്. മാത്രമല്ല ജർമ്മനിയിലേക്കുള്ള മെയിൻ ഇൻഡെക്സ് വരുന്നത് ഏപ്രിലും അതുപോലെ തന്നെ സെപ്റ്റംബറുമാണ്. വേൾഡ് വൈഡ് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണെന്ന്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഈസി ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം നോക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു A2 അല്ലെങ്കിൽ ഒരു B1 ലെവൽ ഓഫ് ജർമ്മൻ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ആൻഡ് പ്രോസസ്സിങ്ങിന് വരുന്ന ഡിലേ
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ ഒരു 2 to 3 days ഒക്കെയാണ് ഓഫർ ലെറ്റർ റിസീവ് ആകാനായിട്ട് എടുക്കുന്നൊരു ടൈം. ബട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അതൊരു 2 to 3 months വരെയും എടുത്തേക്കാം. ഇത് എന്തുകൊണ്ടെന്നാൽ അത്രത്തോളം ആപ്ലിക്കേഷൻ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ റിസീവ് ആകുന്നത് കൊണ്ടാണ്. അതുമാത്രമല്ല അവർക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് ബേസിസിൽ അത് സോർട്ട് ഔട്ട് ചെയ്യണം, റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് അവർ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് ഒരു നിശ്ചിത സമയം എടുത്തേക്കാം. സോ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നോക്കുന്നവർക്ക് വേണ്ടത് ഒരു കറക്റ്റ് ഗൈഡൻസ് ആണ്. ആൽഫ്രോ നിങ്ങളുടെ APS, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, ബ്ലോക്ക്ഡ് അക്കൗണ്ട്, വിസ സബ്മിഷൻ തുടങ്ങി സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള ഫുൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ, ആപ്ലിക്കേഷനും APSനും വേണ്ടി വരുന്ന റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രോഗ്രാംസ് എന്നിവയെക്കുറിച്ചുള്ള ബ്രീഫിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.